الله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم الذين ينفقون أموالهم بالليل والنهار سرا وعلانية فلهم أجرهم عند ربهم ولا خوف عليهم ولا هم يحزنون. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമ നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പരമാവധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് രഹസ്യ പരസ്യ ജീവിതങ്ങളെ അല്ലാഹുവിനെ ഭയപ്പെടുന്ന തഖ്വയിലധിഷ്ഠിതമായ ഒരു ജീവിതമാക്കി മാറ്റുവാൻ പരമാവധി എല്ലാവരും പരിശ്രമിക്കണേ എന്ന് എന്റെയും നിങ്ങളെ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, ഗൗരവപൂർവ്വം ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് നൽകുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കുന്ന സജ്ജനങ്ങളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, പരിശുദ്ധ റമദാൻ മാസം അതിന്റെ പകുതിയോളം പിന്നിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. നന്മയുടേതായ മാർഗങ്ങളിലേക്ക് നമ്മുടേതായ സജീവമായ ശ്രദ്ധകൾ ധാരാളമായി ഉണ്ടായിരിക്കേണ്ടുന്ന അമൂല്യമായ സമയങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹുവിലേക്ക് ധാരാളമായി അടുക്കുവാനുള്ള ഇബാദത്തുകളും പ്രവർത്തനങ്ങളും നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും വളരെ ഗൗരവത്തോടുകൂടെ മനസ്സിലാക്കേണ്ടുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. ഇസ്ലാമിൽ അല്ലാഹുവിലേക്ക് അടുപ്പം സിദ്ധിക്കുവാനും അവന്റെ സമ്പൂർണമായ തൃപ്തി നേടിയെടുക്കുവാനും കേവലം നമ്മുടെ നിസ്കാരവും അതുപോലെ തന്നെ നോമ്പും മറ്റു കാര്യങ്ങളും മാത്രം പോരാ എന്നതാണ് ഇസ്ലാം ഗൗരവത്തോടെ പഠിപ്പിച്ചിട്ടുള്ളത്. വളരെയേറെ പ്രാധാന്യത്തോടെ മനുഷ്യൻ താൻ ജീവിക്കുന്ന സമൂഹത്തിന്റെ പ്രശ്നങ്ങളെ കണ്ടറിയണം. അത് വളരെയേറെ പ്രാധാന്യമർഹിക്കുന്ന കാര്യമാണെന്ന ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്തിയിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അരികിലേക്ക് ഒരാൾ വന്നുകൊണ്ട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അയ്യുന്നാസി അഹബ്ബു ഇലല്ലാഹ്, ജനങ്ങളിൽ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകൾ ആരാണ്? അടുത്ത ചോദ്യം, അയ്യുൽ അഅമാലി അഹബ്ബു ഇലല്ലാഹ്, കർമ്മങ്ങളിൽ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മങ്ങൾ ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മറുപടി പറഞ്ഞു, അഹബ്ബന്നാസി ഇലല്ലാഹ് അൻഫഅഹും ലിന്നാസ്, ജനങ്ങളിൽ അല്ലാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവർ, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ജനങ്ങൾ അൻഫഅഹും ലിന്നാസ്,
ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് ഉപകാരം ചെയ്തു കൊടുക്കുന്നവരാണ്. ജനങ്ങളോട് ഏറ്റവും ഉപകാരം ചെയ്യുന്നവരാണ് അല്ലാഹുവിന് ഏറെ ഇഷ്ടപ്പെട്ടവർ എന്നാണ് അവിടുന്ന് മറുപടി പറഞ്ഞത്. യക്ഷിഫു അൻഹു കുർബ, അവന്റെ ബുദ്ധിമുട്ടുകളെ നീക്കം ചെയ്യാനുള്ള പ്രവർത്തനങ്ങളിൽ അവൻ ഏർപ്പെടുന്നു. ഔ യഖ്ലി അൻഹു ദൈന, കടം കൊണ്ട് വലഞ്ഞ അവന്റെ കടത്തെ വീട്ടുന്നതിന് വേണ്ടി അവൻ സഹായിക്കുന്നു. ഔ യഖ്ലു അൻഹു ജൂഅ, വിശപ്പിന് പരിഹാരമുണ്ടാക്കുന്ന പ്രവർത്തനങ്ങളിൽ അവൻ ഭാഗമാക്കാകുന്നു. ഇത് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വളരെ ഗൗരവത്തോടെ നമ്മൾ മനസ്സിലെത്തേണ്ടുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ولا نمشي مع خلي في حاجة أحب إلي من أن نعتكف في هذا المسجد شهرا. ജനങ്ങളുടെ കാര്യത്തിന് വേണ്ടി അഥവാ ഒരു സഹോദരന്റെ എന്റെ ഒരു സഹോദരന്റെ ആവശ്യം നിവർത്തിച്ചു കൊടുക്കുവാൻ വേണ്ടി അതിനുവേണ്ട പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഞാൻ സമയം ചെലവഴിക്കുന്നതാണ് അഹബ്ബ ഇലയ്യ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മിൻ അന്നഅ്തഖിഫ ഫീ ഹാദൽ മസ്ജിദി, ഈ മദീനത്തെ പള്ളിയിൽ ഒരു മാസം ഇഅ്തികാഫാക്കുന്നതിനേക്കാളും. ഈ മദീനത്തെ പള്ളിയിൽ മസ്ജിദുൻ നബവിയിൽ ഒരു മാസം പ്രവൃത്തിയായി ഇഅ്തികാഫാക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം എന്റെ ഒരു സഹോദരന്റെ ഒരു പ്രശ്നത്തിന്റെ നിവൃത്തിക്ക് വേണ്ടി അതിനുവേണ്ടി ഞാൻ നടക്കലാണ്, അതിനുവേണ്ടി ഞാൻ സഹകരിക്കലാണ് എന്ന മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉറപ്പെടുത്തിയിരിക്കുകയാണ്. ഇപ്പോഴും മനുഷ്യരുടെ ശ്രദ്ധ തിരിഞ്ഞിട്ടില്ലാത്ത മേഖലയാണിത് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. നിസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്ന, വ്രതാനുഷ്ഠാനത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്ന, രാത്രിയിലെ നിസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്ന, അതുപോലെ തന്നെ പല കാര്യങ്ങളിലും ശ്രദ്ധിക്കുന്ന, സമയം കിട്ടിയാലൊക്കെ പലപ്പോഴും ഉംറക്ക് പോകുന്ന, അതുപോലെ തന്നെ ദിവസങ്ങളോളം ഹറമുകളിൽ പോയി ഇഅ്തികാഫിലാക്കാനും താല്പര്യം കാണിക്കുന്ന നല്ല മനമതിയുള്ള ആളുകൾ ലോകത്ത് ധാരാളമുണ്ടെങ്കിലും അതിനേക്കാളെല്ലാം പലപ്പോഴും വളരെയേറെ പ്രയാസം അനുഭവിക്കുന്ന ഒരു അയൽക്കാരനായിക്കൊണ്ട് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ധാരാളം കുഞ്ഞു മക്കളുണ്ട്, അനാഥകളുണ്ട്, അഗതികളുണ്ട്. പെരുന്നാളായ വസ്ത്രം എന്തെന്ന് സ്വന്തത്തിൽ പോലും ചിന്തിക്കാൻ പോലും കഴിയാത്ത രക്ഷിതാക്കളും അവരുടെ കുരുന്ന മക്കളുമുണ്ട്. ചോർന്നുകൊണ്ടുള്ള വീടുകളിൽ കഴിയുന്ന ആളുകളുണ്ട്. പ്രയാസങ്ങൾക്ക് നടുവിലും ജീവിക്കുന്ന ധാരാളക്കണക്കിന് ആളുകളെ അവഗണിച്ചുകൊണ്ട് ഹറമിൽ ഇഅ്തികാഫാക്കുന്നതിനേക്കാളും പുണ്യം ഇതിന്റെയൊക്കെ കാര്യത്തിൽ ശ്രദ്ധിക്കലാണെന്ന് ഈ വചനം നമുക്ക് പഠിപ്പിച്ചു തരികയാണ് എന്ന് ഗൗരവത്തോടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ജനങ്ങളിൽ പ്രയാസപ്പെടുന്ന ആളുകളുടെ പ്രയാസങ്ങൾ കണ്ടറിഞ്ഞുകൊണ്ട് അതിനോട് ഉദാരമായ സമീപനം സ്വീകരിക്കുന്നത്, അവരുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുന്നത്, ഒരു മാസം ഈ പള്ളിയിൽ ഇഅ്തികാഫാക്കുന്നതിനേക്കാളും ഞാനേറെ ഇഷ്ടപ്പെടുന്നു എന്ന് പഠിപ്പിച്ച കാരുണ്യത്തിന്റെ പ്രവാചകനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അൽ മുസ്ലിം അഖുൽ മുസ്ലിം, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ സഹോദരനാണ്. ലാ യഅ്ലിമുഹു, അവനെ ദ്രോഹിക്കരുത്. വലാ യുസ്ലിമുഹു, അവൻ തങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യരുത്. വമൻ കാന ഫീ ഹാജതി അഖീഹി കാന അല്ലാഹു ഫീ ഹാജതിഹി, ആരെങ്കിലും തന്റെ സഹോദരന്റെ ഒരു പ്രശ്നപരിഹാരത്തിന്റെ കാര്യത്തിൽ ഇടപെടുന്നുവെങ്കിൽ കാന അല്ലാഹു ഫീ ഹാജതിഹി, ഇവന്റെ പ്രശ്നപരിഹാരത്തിന്റെ പരലോകത്ത് അല്ലാഹു തീർച്ചയായും ഇടപെടുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ധാരാളം വചനങ്ങൾ. മൻ നഫസ അൻ മുഅ്മിനിൻ ഖുർബതൻ മിൻ ഖുറബി ദുനിയ, ആരെങ്കിലും ഒരു മനുഷ്യന്റെ ഒരു വിശ്വാസിയുടെ ഐഹിക ജീവിതത്തിലെ പ്രതിസന്ധികൾക്ക് പരിഹാരം ചെയ്യാൻ വേണ്ടി അവന്റെ വിഷമങ്ങൾക്ക് ഒരു പരിഹാരത്തിന് കൂട്ടുനിന്നാൽ നഫസല്ലാഹു അൻഹു ഖുർബതൻ മിൻ ഖുറബി യൗമിൽ ഖിയാമ, അന്ത്യനാളിൽ ഈ വിശ്വാസം അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് അല്ലാഹു ഒരു പിഴവി നൽകും, അവന് എളുപ്പം പ്രദാനം ചെയ്യും.
ഞെരുക്കമനുഭവപ്പെടുന്നവന്റെ ഞെരുക്കങ്ങൾ എളുപ്പമാക്കി തീർക്കുവാനുള്ള ഏതെങ്കിലും ഒരു കാര്യത്തിലാരെങ്കിലും ഇടപെട്ടാൽ ഇഹത്തിലും പരത്തിലും ഇവന്റെ ഞെരുക്കങ്ങളിലും എളുപ്പം പ്രദാനം ചെയ്യാൻ അല്ലാഹു അവന്റെ കൂടെയുണ്ടാകും. ആരെങ്കിലും ഒരു മുസ്ലിമിന്റെ ഏതെങ്കിലും ന്യൂനതകളും പോരായ്മകളും മറച്ചുവെച്ചാൽ ഇഹത്തിലും പരത്തിലും അല്ലാഹു അവന്റെ പോരായ്മകളും മറച്ചുവെക്കും. ഒരാൾ തന്റെ സഹോദരനെ സഹായിക്കുവാൻ വേണ്ടിയുള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴെല്ലാം ഇവനെ സഹായിക്കുവാനുള്ള കാര്യങ്ങളിൽ റബ്ബിന്റെ ശ്രദ്ധയും എപ്പോഴും ഉണ്ടായിരിക്കുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, സമൂഹത്തിൽ കഷ്ടത അനുഭവിക്കുന്ന, പ്രയാസപ്പെടുന്ന, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആരൊക്കെയുണ്ടോ അവരുടെ കൽബുകളിൽ ഒരൽപ്പമെങ്കിലും സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും വാർത്തകൾ നൽകി അവരെ സഹായിക്കുവാൻ ആരെങ്കിലും തയ്യാറാകണമെങ്കിൽ അത് അല്ലാഹുവിന്റെ അടുക്കൽ വലിയ പുണ്യമുള്ള കാര്യമാണെന്നാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. നിർബന്ധദാനമായ സൈറാത്തിന്റെ കാര്യത്തിൽ പോലും ഇപ്പോഴും ശ്രദ്ധിച്ചിട്ടില്ലാത്ത ധാരാളക്കണക്കിന് ആളുകളുണ്ട്. കണക്കുകൾ നോക്കിയിട്ടില്ല, പരിശോധിക്കപ്പെടുന്നില്ല. കൃത്യമായി അവനവന്റെ സമ്പത്തിന്റെ തോത് നോക്കി, അതിന്റെ അളവ് നോക്കി, കൃത്യമായി അതിനുള്ളൊരു പരിഹാരം ലഭിക്കുന്ന, അതല്ലെങ്കിൽ നൽകപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് ഇപ്പോഴും മുസ്ലിം സമുദായം വളർന്നിട്ടില്ല. ആ ദുരന്തം കൊണ്ടാണല്ലോ സമൂഹത്തിൽ ദാരിദ്ര്യം ഇങ്ങനെ പെരുകുന്നത്. ദാരിദ്ര്യം രാജ്യത്ത് പെരുകുന്നത് സമ്പന്നൻ അതല്ലെങ്കിൽ കഴിവുള്ളവൻ അവന്റെ അവകാശങ്ങൾ കൊടുത്തു തീർക്കാതെ പിടിച്ചു വെക്കുന്നത് കൊണ്ട് തന്നെയാണ്. ഈ രാജ്യത്തേക്ക് ആവശ്യമുള്ള, ഈ ലോകത്തേക്ക് ആവശ്യമുള്ള ധനം റബ്ബിവിടെ ഇറക്കാത്തത് കൊണ്ടല്ല ലോക സമൂഹം പലരും പട്ടിണിക്ക് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു ആവശ്യമായ വിഭവങ്ങൾ ഈ ഭൂമിയിലേക്ക് ഇറക്കാത്തത് കൊണ്ടാണെന്ന് ആരും വിചാരിക്കരുത്. അല്ലാഹു ആ ഭൂമിയിലേക്ക് ആവശ്യമായ വിഭവങ്ങളൊക്കെ ഇറക്കിയിട്ടുണ്ട്. പക്ഷേ ചിലരത് കൈയടക്കി വെച്ചിരിക്കുന്നു, അവകാശങ്ങൾ പിടിച്ചു വെച്ചിരിക്കുന്നു. അവകാശങ്ങൾ കൊടുത്തു തീർക്കുന്ന കൃത്യമായ ഒരു ലോകം വരുമ്പോൾ മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ് മഹാനവറുകളുടെ കാലഘട്ടത്തിൽ സകാത്ത് കൊടുക്കാൻ വേണ്ടി സകാത്ത് മുതലുമായി കൊണ്ട് തെരുവുകളിലൂടെ പാവങ്ങളെ അന്വേഷിച്ച് നടന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ അത് വാങ്ങാൻ ആളില്ലാത്ത ഒരു കാലമുണ്ടായി എന്നത് കേവലം സൗന്ദര്യത്തിന് വേണ്ടി പ്രസംഗത്തിലോ ലേഖനങ്ങളിലോ എഴുതി ചേർക്കാവുന്ന പദങ്ങളായിരുന്നില്ല. ആ കാലഘട്ടത്തിൽ അത് അക്ഷരാർത്ഥത്തിൽ യാഥാർത്ഥ്യമായിരുന്നു. അന്ന് സക്കാത്ത് വാങ്ങാൻ ആളുണ്ടായിരുന്നില്ല. എന്തേ കാരണം? ഇന്ന് അതിനേക്കാൾ അപ്പുറമുള്ള ധനം ഈ ലോകത്തോട് കുമിഞ്ഞുകൂടിയിട്ട് രാജ്യാരങ്ങനെ പ്രയാസപ്പെട്ടവരുണ്ടായി. ഞാനും നിങ്ങളും നമ്മുടെ അവകാശങ്ങളെ സംബന്ധിച്ച് കൊടുത്തു തീർക്കേണ്ട ഹദ്ദിനെ സംബന്ധിച്ച് കൃത്യമായ ഒരു കണക്കെടുപ്പും ഭൂതവൽക്കരണവും നമ്മുടെ സ്വന്തം മനസ്സിനോട് നടത്തിയിരുന്നുവെങ്കിൽ രാജ്യത്തെ കഷ്ടപ്പെടുന്ന ആളുകൾ ഉണ്ടാകുമായിരുന്നില്ല. അതുകൊണ്ട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും പറഞ്ഞു പരിഹരിക്കുന്നതിന് പകരം ഞാൻ ചെയ്യേണ്ടത് ഞാൻ ചെയ്യലാണ് ഇതിനുള്ള പരിഹാരം. ഓരോരുത്തരും അവരവരെ ചെയ്യേണ്ടത് ചെയ്യലാണ് പരിഹാരം. അത് മാത്രമേ ഇതിന്റെ മുമ്പിൽ പരിഹാരമുള്ളൂ. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. സ്വയം ഒരു മാറ്റത്തിന് തയ്യാറാവാത്ത ഒരു ജനതയെ അല്ലാഹു മാറ്റുകയില്ല. മാറ്റം വരൂല. അതുകൊണ്ട് സഹോദരങ്ങളെ, വൈകിയിട്ടില്ല. ശുദ്ധീകരണത്തിന്റെ ഈ മാസത്തിൽ ജനത്തിന്റെ കൃത്യമായ അളവുകളെ സംബന്ധിച്ചുള്ള ബോധം നമ്മൾ കൃത്യമായി നടത്തിയേ പറ്റൂ. അതെത്തേണ്ട അവകാശങ്ങളിലേക്ക് എത്തുന്ന നിലക്ക് അത് കൃത്യമായി നൽകിയേ പറ്റൂ. ആ കാര്യത്തിൽ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ കഷ്ടപ്പെടുന്ന പെരുന്നാളിന് വസ്ത്രം കൊടുക്കാൻ കഴിയാത്ത പ്രയാസപ്പെടുന്നവർക്ക് നമ്മൾ പുതുപുത്തൻ വസ്ത്രങ്ങൾ എത്തിയെന്ന് ഉറപ്പുവരുത്താവുന്ന നിലക്കുള്ള കാര്യങ്ങളിൽ നമ്മൾ ഭാഗമാക്കാതേണ്ടതുണ്ട്. പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന ആയിരങ്ങളുണ്ട്, കണ്ടറിയേണ്ടതുണ്ട്. സഹോദരങ്ങളെ, അതും കൂടി നമ്മുടെ ബാധ്യതയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. സാമ്പത്തിക കാര്യത്തിൽ എത്തുമ്പോൾ മാത്രം ഇസ്ലാമിൽ തഖ്വയില്ലാതെ, അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഈ വചനം അടിവരയിട്ട് മനസ്സിലാക്കുന്നത് അവിടെയാണ്. എന്റെ ഈ പള്ളിയിൽ ഒരു മാസം നീട്ടിക്കാതിരിക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം ഒരു പ്രയാസപ്പെടുന്നവന്റെ പ്രയാസത്തെ നീക്കം ചെയ്യാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ ഓടി നടക്കലാണെന്ന് പറയുന്നത്. അക്ഷരാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ
ഖിയാമത്ത് നാൾ വരെയുള്ള ജനകോടികൾക്ക് വല്ലാത്ത മെസ്സേജും സന്ദേശവുമാണ് അതിലൂടെ നൽകിയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടി തന്നെയാണ്. അതുകൊണ്ട് അള്ളാഹു നൽകിയിട്ടുള്ള സമ്പത്ത് ആ സമ്പത്തിൽ നിന്ന് കൊടുക്കുന്നോറും വർദ്ധിക്കുകയേ ചെയ്യുകയുള്ളൂ. അള്ളാഹുവിന്റെ മാർഗത്തിൽ തങ്ങളുടെ ധനം ചെലവഴിക്കുന്നവരുടെ ഉപമ ഒരു ധാന്യമണി പോലെയാണ്. 50 സദാസനാവിൽ ആ ധാന്യമണി 7 കതിരുകളെ ഉത്പാദിപ്പിച്ചു. ഓരോ കതിരിലും 100 വീതം ധാന്യമണികൾ വേറെ. അപ്പോൾ 700ആയി. ഒരു വിത്താണ് 7 കതിരായി മാറിയത്. ഓരോ കതിരിലും 100 വീതം 700. അതുകൊണ്ടും തീർന്നില്ല. അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് 10 മടങ്ങ് ഇരട്ടിയായി കൊടുക്കും. 700-ലും ഒടുങ്ങൂല എന്നർത്ഥം. 700-ലും ഒടുങ്ങൂല. അല്ലാഹു വാസിഉൻ അലീം. അല്ലാഹു വളരെ വിശാലനാണ്. കൊടുക്കാൻ മാത്രം അവന്റെ ഖജനാവിലുണ്ട്. ലോകത്തുള്ള എല്ലാവരും അവിടെ കൊടുത്താൽ അതൊക്കെ തിരട്ടി കൊടുക്കാൻ മാത്രം അവന്റെ ഉണ്ടോ? അല്ലാഹു വാസിയാണ്, വിശാലനാണ്. അവന്റെ ഖജനാവിൽ കൊടുക്കാൻ തീരാത്ത കഥയുണ്ട്. നിങ്ങളുടെ വർഗമുള്ളതൊക്കെ തീർന്നു പോയത്. എന്നാൽ അല്ലാഹുവിന്റെ അടുക്കലുള്ളത് ബാഖിൻ, അതെന്നും ബാക്കിയുള്ളതാണ്. എന്താണോ അവരവരുടെ കഴിവെങ്കിൽ കഴിവുള്ള മേഖലകളിൽ നമ്മൾ സഹായിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, റുബ്ബ ദിർഹം സബഖ അൽഫ ദീനാർ, റുബ്ബ ദീനാരിൻ സബഖ അൽഫ ദീനാർ. 1 ദീനാർ 1000 ദീനാറിനേക്കാൾ മികച്ച 1 ദീനാർ എത്രയാണ് ലോകത്തുള്ളത്? അത് വല്ലാത്തൊരു വാചകമാണ്. 1000 കൊടുക്കുന്നവനേക്കാളും 1 രൂപ കൊടുക്കുന്നവന് വലിയ മഹത്വം ഉണ്ടാകും. കാരണം അവനത് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് അവന്റെ റബ്ബിനും മാത്രമേ അറിയൂ. അത്ര പ്രയാസപ്പെട്ടിട്ട് പോലും ഉള്ളതിൽ നിന്ന് നൽകണമെന്ന സന്ദേശം ഇസ്ലാം നമുക്ക് പ്രദാനം ചെയ്യുകയാണ്. അതിനെ വളർച്ചയുണ്ടാവുകയുള്ളൂ. അത് അല്ലാഹു വർദ്ധിപ്പിച്ചു തരും എന്നാണ്. മന്നൻ എഴുന്നൂറായിരമെന്നാണ് അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിക്കപ്പെടുന്ന ഒരു ധനം എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ഇത് ചെലവഴിച്ചാലേ അത് നിലനിൽക്കൂ, ഇല്ലെങ്കിൽ അത് വേറെ രൂപത്തിൽ അങ്ങ് തകർത്ത് കളയും, അത് മാറ്റിക്കളയുമെന്ന് വിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ മാർഗങ്ങളിലേക്ക് ചെലവഴിക്കൂ എന്ന് പറയുമ്പോൾ അല്പം പോലും ചെലവഴിക്കാതെ പിടിച്ചു വെച്ച് പിശുക്ക് കാണിച്ചവരെ വളരെ കൃത്യമായി തന്നെ വിശുദ്ധ ഖുർആൻ ആക്ഷേപിച്ചുകൊണ്ട് സംസാരിച്ചു. വിശുദ്ധ ഖുർആൻ സൂറത്ത് മുഹമ്മദിന്റെ അവസാനത്തെ ആയത്ത് നമ്മൾ ശരിക്കും കേൾക്കേണ്ടതാണ്. അല്ലാഹു തആല പറയാണ്, تدعون لتنفقوا في سبيل الله فمنكم من يبخل ومن يبخل فإنما يبخل عن نفسه والله الغني وأنتم الفقراء وإن تتولوا يستبدل قوما غيركم ثم لا يكونوا أمثالكم. അർത്ഥം നിങ്ങൾക്ക് എന്ത് പറ്റി? ഹൗലായി എന്താ നിങ്ങളുടെ വിഷയം? എന്താ നിങ്ങൾ ഇങ്ങനെ? അല്ലാഹുവിന്റെ മാർഗങ്ങളിലേക്ക്, വൈവിധ്യമാർന്ന മാർഗങ്ങളിലേക്ക് ചെലവഴിക്കൂ ജനങ്ങളെ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ക്ഷണിക്കപ്പെടുമ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൽ ചിലർക്കൊക്കെ ഒരു പിശുക്കിന്റെ അസുഖമാണുള്ളത്. എത്ര കേട്ടാലും ഒന്നും കൊടുക്കൂല, ഒന്നും ചെലവഴിക്കൂല. അങ്ങനെ നിങ്ങളുടെ കൂട്ടത്തിൽ ചില ആളുകളുണ്ട്. എന്നിട്ടുള്ള പറയാണ്, ആരെങ്കിലും പിശുക്ക് കാണിച്ച് ധനം പിടിച്ചു വെക്കുന്നുവെങ്കിൽ അവൻ തന്റെ മേൽ തന്നെയാണ് പിശുക്ക് കാണിക്കുന്നത്. തന്റെ ശരീരത്തെ നരകത്തിയിലേക്ക് കൊണ്ടുപോകാനുള്ള ഏർപ്പാടാണ് അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നർത്ഥം. അവൻ പിശുക്ക് കാണിച്ചുകൊണ്ട് അല്ലാഹു ഒന്നും വരാനില്ല. കാരണം അല്ലാഹ് ധന്യനാണ്. അല്ലാഹ് പണമൊന്നും ആവശ്യമില്ല, നിങ്ങൾ കൊടുത്തുകൊന്നും വേണ്ട. നിങ്ങളാണ് ആവശ്യക്കാര്, നിങ്ങളാണ് അല്ലാഹുവിലേക്ക് ആവശ്യമുള്ളവർ. അല്ലാഹ്ക്കൊന്നും ആവശ്യമില്ല. എന്നിട്ട് പറഞ്ഞ വാചകം നോക്കൂ, ഈ കൽപ്പനകളൊന്നും പാലിച്ച് ജീവിക്കാൻ നിങ്ങൾ തയ്യാറില്ലാത്തവർക്ക് ചെലവഴിക്കൂല, ഒന്നും ചെയ്യൂല, നിങ്ങൾ പിന്തിരിഞ്ഞു കളയാനാണ് പാവമെങ്കിൽ നിങ്ങളല്ലാത്ത ഒരു ജനതയെ അല്ലാഹ് പകരം കൊണ്ടുവരും. സുമ്മലായകൂനു അംസാലക്കും, പിന്നെ അവർ നിങ്ങളെ പോലെ ആവില്ല. അവർ ചെലവഴിക്കും,
അള്ളാന്റെ മാർഗത്തിൽ ധനം കൊടുക്കും, അവർക്ക് കൂടുതൽ വളർച്ച ഉണ്ടാവും. കാരണം ഈ ധനം എന്ന് പറയുന്ന നിഅമത്ത് അള്ളാഹ് അങ്ങനെ തന്ന് പരീക്ഷിച്ചു നോക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വചനം കൂടി ഇതിനോട് ചേർത്ത് വായിക്കുക. ഇന്ന ലില്ലാഹി അഹ്വാമൻ യഖ്തസ്സുഹും മിൻ നിഅമി ലിമനാഫിഇൽ ഇബാദ് യുഖിറുഹാ ഫീഹിം മാ ബദലുഹാ ഫഇദാ മനഉഹാ നസഅഹാ മിൻഹും ഫഹബ്ബലഹാ ഇലാ ഗൈരിഹിം. അല്ലാഹുവിന്റെ ഹദീസാണ്. നിശ്ചയമായും അല്ലാഹുവിന് ചില ജനങ്ങളുണ്ട്, അവർക്ക് അള്ള പ്രത്യേകം കൊടുക്കും. പിന്നെയാണ് കുറെ അനുഗ്രഹങ്ങളൊക്കെ കൊടുക്കും. ജനങ്ങൾക്ക് കൊടുക്കണേ, ജനങ്ങൾക്കുള്ള ഉപകാരത്തിന് അവർ ചെലവഴിക്കണം എന്ന നിലക്ക് ധനം നൽകിക്കൊണ്ട് അനുഗ്രഹിക്കപ്പെടുന്ന ധാരാളം ജനങ്ങളുണ്ട്. അല്ലാഹു അങ്ങനെ കുറെ ജനങ്ങളുണ്ട്. അവർക്ക് കുറെ പണം കൊടുത്തു നോക്കും. ജനോപകാരപ്രദമായ കാര്യങ്ങളിൽ അവർ ചെലവഴിക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ നൽകും എന്ന് പറയാം, കൊടുക്കും. ഞാൻ കുറെ കൊടുക്കും. എന്തിന്? ജനോപകാരപ്രദമായ കാര്യങ്ങളിലേക്ക് ചെലവഴിക്കാൻ വേണ്ടി കുറെ ആളുകളുടെ കൈകളിൽ ഞാൻ ധാരാളം പണം കൊടുക്കും. എന്നിട്ടോ അവരെ അല്ലാഹുവിന്റെ മാർഗത്തിൽ അത് ചെലവഴിക്കുന്നിടത്തോളം കാലം അത് ഞാൻ അവരിൽ തന്നെ നിലനിർത്തി കൊടുക്കും. അല്ലാഹുവിന്റെ മാർഗത്തിൽ അവർ ചെലവഴിക്കുന്നിടത്തോളം കാലം ഞാൻ അത് അവരിൽ തന്നെ നിലനിർത്തി കൊടുക്കും. അതിൽ നിന്ന് അവർ എപ്പോൾ തെന്നി മാറുന്നുവോ, അവകാശങ്ങൾ കൊടുക്കാതെ അവരെ പിടിച്ചു വെച്ച് ജനങ്ങൾക്ക് നൽകേണ്ടുന്ന ഉപകാരങ്ങളെ അവരെ അടഞ്ഞു വെച്ചാൽ അവരിൽ നിന്ന് ഞാനത് ഊരി വലിച്ചെറിയും, അവരിൽ നിന്ന് ഞാനത് എടുത്ത് മാറ്റിക്കളയും. എന്നിട്ട് വേറൊരു കൂട്ടരിലേക്ക് മുതലാണ് കൊടുക്കും. ഇവനക്ക് തന്നെ അതിന് പറ്റൂല എന്ന് എടുത്തു വേറൊരു വിഭാഗത്തിലേക്കാണ് കൊടുക്കും. അവനെ അനുഭവിച്ചില്ലേ വേറൊരു വിഭാഗത്തിലേക്കാണ് കൊടുക്കും. ആ സൂചനയാണല്ലോ പറഞ്ഞത്. ചെലവഴിക്കാൻ പറയുമ്പോൾ പിശുക്ക് കാണിച്ചുകൊണ്ട് ഇങ്ങനെ ഇരുന്നാൽ കുറച്ചൊക്കെ നിന്റെ കയ്യിൽ ഇങ്ങനെ തെന്നോക്കും, വേറെ വഴിയിലൂടെ നമ്മളതാണ് നശിപ്പിച്ച് വേറുള്ളവന്റെ കയ്യിലേക്കാണ് പോകും. വേറൊരു വിഭാഗത്തിന് കൊണ്ടുവരും. വേറുള്ളവന്റെ കയ്യിൽ പണം കിട്ടുമ്പോ അവനത് അതിനനുസരിച്ച് നല്ല മാർഗത്തിൽ അവൻ ചെലവഴിക്കും. നിങ്ങളെപ്പോലെ ആവൂല, നമ്മലായ പിന്നെ നിങ്ങളെപ്പോലെ ആവൂല എന്നല്ല പറഞ്ഞിട്ടുള്ളത്. ഇത് ഗൗരവത്തോടെ എന്നോടാണ്, നിങ്ങളോടാണ്, നമ്മളിൽ ഓരോരുത്തരോടുമാണ് എന്ന് ഗൗരവത്തോടുകൂടെ നമ്മൾ മനസ്സിലാക്കി അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നതിന്റെ പുണ്യങ്ങളുടെ പൂക്കാലമാ പറയുന്ന ഈ കാലത്ത് സാമ്പത്തിക രംഗത്തുള്ള തഖർറുബും പുണ്യകർമ്മവും മാത്രം എനിക്ക് വേണ്ട എന്ന് വിചാരിച്ച് ആ കവാടം നമ്മൾ അവിടെ കൊട്ടിയടച്ച് വേറെ തറാവീഹിന് പോകുന്നു, ഖുർആൻ ഓതുന്നു, ദിക്ർ ചൊല്ലുന്നു, നിർവഹിക്കുന്നു, അതുപോലെ തന്നെ നിസ്കാരം നിർവഹിക്കുന്നു, സുന്നത്ത് നിസ്കരിക്കുന്നു, എല്ലാം ഉണ്ട്. പക്ഷേ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഞാൻ തൽക്കാലം ഒന്നും ഉണ്ടെന്നില്ല എന്ന് പറഞ്ഞാൽ അല്ലാഹുവിലേക്ക് അവൻ ഏറ്റവും അടുത്തവനല്ല. അല്ലാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ടവൻ ജനങ്ങൾക്ക് ഏറെ ഉപകാരം ചെയ്യുന്നവനാണ് എന്ന വചനത്തെ ഈ മാസത്തിൽ പ്രത്യേകം മുഖവിലക്കെടുക്കുക. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടിച്ചു വീശുന്ന കാറ്റിനേക്കാൾ ഈ മാസത്തിലേറെ ഉപകാരമായിരുന്നു എന്ന് പറഞ്ഞതുകൂടി നമ്മുടെ മനസ്സിൽ നമ്മളെല്ലാം ഓർത്തുകൊണ്ട് ഓരോരുത്തരും അവരവരുടെ കഴിവനുസരിച്ചുകൊണ്ട് ജനോപകാരപ്രദമായ കാര്യങ്ങളിൽ സഹകരിക്കണം, ആ രംഗത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ നന്മകളിൽ മുന്നേറുന്ന മഹാന്മാരിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി الفائزين برضا الله അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ. ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുന്നു. തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നൽകിക്കൊണ്ട് അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മെ ഓരോരുത്തരെയും ശുദ്ധീകരിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നന്മയുടേതായ മാർഗങ്ങളിലേക്ക് മുന്നേറുന്ന ആളുകൾ ലോകത്തെ ഏത് കാലഘട്ടത്തിലും സ്മരിക്കപ്പെടാറുണ്ട്. സമൂഹത്തിന് നന്മകൾ ചെയ്തുകൊണ്ട് ഭരണം നിർവഹിച്ച് ഒരു രാജ്യത്തെ പുരോഗതിയിലെത്തിച്ച പലരും പല രാജ്യങ്ങളിലും കഴിഞ്ഞു പോയിട്ടുണ്ട്. നാം നിവസിച്ചുകൊണ്ടിരിക്കുന്ന ഇമാറാത്ത് ഒരുപാട് അഗതികൾക്കും അനാഥകൾക്കും ഈ രാജ്യത്തിന് വേണ്ടി മാത്രമല്ല ലോകമെമ്പാടുമുള്ള അനാഥകൾക്കും അഗതികൾക്കും കഷ്ടപ്പെടുന്നവർക്കും വേണ്ടി ഒരുപാട് സേവനങ്ങൾ ചെയ്തു പോയ ഒരു മഹാനായിരുന്നു ഷെയ്ഖ് സായിദ് റഹിമഹുല്ലാഹ്. പലരും അങ്ങനെ ഓർക്കപ്പെടുന്നത് ഇതൊക്കെ വലിയ വലിയ ഭരണാധികാരികളെയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾക്കോ മാത്രം കിട്ടാവുന്ന കാര്യമൊന്നുമല്ല. എല്ലാവർക്കും
എല്ലാവർക്കും അല്ലാഹുവിന്റെ ഉന്നതമായ പദവി ലഭ്യമാകുവാൻ ആവശ്യമായത് അവരവരുടെ ജീവിതത്തിൽ ചെയ്തു വെക്കുമ്പോൾ അവരാഗ്രഹിക്കാതെ തന്നെയും പിൽക്കാലത്ത് അവരുടേതായ രൂപത്തിലുള്ള നല്ല നല്ല സ്മരണകൾ ലോകത്തൊന്നും മഴവിറക്കപ്പെടും. അതിലൊരു സംശയവുമില്ല. നന്മയുടെ താക്കോലുകളായി മാറണമെന്നാണ് ഇസ്ലാം പറയുന്നത്. അല്ലാഹു തആല നൽകിയിട്ടുള്ള അവന്റെ ജനത്തെ നന്മകൾ തുറക്കാനുള്ള താക്കോലുകളായിട്ട് ഒരടിമക്ക് മാറാൻ സാധിച്ചാൽ തിന്മകളെ തുറക്കുന്ന താക്കോലുകളായി മാറാതിരിക്കാൻ അല്ലാഹു നൽകിയ സമ്പത്ത് ഉപയോഗപ്പെടുത്തുന്ന രണ്ട് വിഭാഗം ആളുകളെ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. ഒരു മഫാത്തീഹുൽ ഖൈർ, നന്മയുടെ താക്കോലുകളായി മാറുന്ന ഭാഗ്യവാന്മാരുണ്ട്. അവർ നന്മയുടേതായ പ്രവർത്തനങ്ങൾ ഒരുപാട് ലോകത്ത് ചെയ്തു വെച്ച് അവരവരുടെ കാലം കഴിച്ചു കൂട്ടും. അതേസമയത്തിൽ തിന്മയുടെ താക്കോലുകളായി മാറുന്ന ദൗർഭാഗ്യവാന്മാരുണ്ട്. അതിൽ പെടാതിരിക്കാൻ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ കൃത്യമായി തന്നെ പഠിപ്പിച്ചിരിക്കുകയാണ്. സഹോദരങ്ങളെ, രാജ്യത്തെ നന്മകൾ ചെയ്യുന്ന അതുപോലെ തന്നെ ലോകത്തെ ഉന്നതമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച മഹാന്മാരെ ലോകം നിന്ന് സ്മരിക്കുകയാണ്. അതുകൊണ്ടല്ലേ മഹാന്മാരായ അമ്പിയാക്കൾ മുഴുവനും ഇന്നും നമ്മുടെ മനസ്സുകളിൽ നിറഞ്ഞു നിൽക്കുന്നത്. കാരണം അവർ ലോകത്തിന്റെ നന്മയുടെ താക്കോലുകളായി വായിച്ച മഹാന്മാരാണ്. ലോകത്തിന് നന്മയുടേതായ വിതരണത്തിന് വേണ്ടി ജീവൻ നൽകിയ, രക്തം നൽകിയ, സമ്പത്ത് നൽകിയ മഹാന്മാരാണ്. ആ പ്രവാചകന്മാരിൽ മഹാനായ, അവരിൽ ഏറ്റവും ശ്രേഷ്ഠനായ മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേതാവായിക്കൊണ്ട് രാജ്യത്തെ ലോകത്ത് തൗഹീദിന്റെ ഏറ്റവും വലിയ വളർച്ചയ്ക്ക് വേണ്ടി പടവാളേറിക്കൊണ്ട് ഏറ്റവും വലിയ വിപ്ലവം നയിക്കപ്പെട്ട ഒരു യുദ്ധമായിരുന്നുവല്ലോ ബദർ യുദ്ധം. ലോകം സ്മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ്. ഓരോ റമളാനും വരുമ്പോൾ ആ റമളാനിൽ നടന്ന മഹനീയമായ യുദ്ധം ലോക മുസ്ലിമീങ്ങളുടെ മനസ്സിലുണ്ട്. ആൾബലമല്ല ജനങ്ങളെ, ആയുധബലമല്ല, വിജയത്തിന്റെ നിദാനം ഈമാനാണെന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്ത മഹനീയമായ യുദ്ധം. അതേ, തങ്ങളെക്കാൾ മുന്നിലെത്തി വരുന്ന സംഘം അപ്പുറത്തുണ്ടായിട്ടും കേവലം 320 താഴെ വരുന്ന ഒരു സംഘത്തെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ബദരീങ്ങളുടെ നേതാവ് നയിച്ചു. ആ സംഘട്ടനത്തിൽ യുദ്ധത്തിൽ ഇസ്ലാമിനാണ് വിജയമുണ്ടായത്. എതിർപക്ഷത്തുള്ളവർക്ക് ആയുധബലം കൂടുതലുണ്ടായിരുന്നു, ആൾബലം കൂടുതലുണ്ടായിരുന്നു. എന്നിട്ടും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികൾ മടങ്ങുന്നവർക്ക് അല്ലാഹു തആല വിജയം കൊടുത്തു. എന്തുകൊണ്ടായിരുന്നു? അവരുടെ ഈമാനിന്റെ ബലമായിരുന്നു. ആ ബദരീങ്ങൾ സ്മരിക്കപ്പെടുമ്പോൾ ആ ബദരീങ്ങളോടുള്ള സ്നേഹം നമ്മുടെ മനസ്സുകളിൽ നിറഞ്ഞു നിൽക്കേണ്ടുന്ന എല്ലാ ഘട്ടങ്ങളിലും ഉണ്ടാവണം. കാരണം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, സർവ്വലോക പരിപാലകനായ കർത്താവായ അല്ലാഹുവിനെ മാത്രമേ ഞങ്ങൾ ആരാധിക്കൂ, അവനോട് മാത്രമേ ഞങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുകയുള്ളൂ, അവന് വേണ്ടി മാത്രമേ ഞങ്ങൾ ബലിയർപ്പിക്കുകയുള്ളൂ, അവന് വേണ്ടി മാത്രമേ ഞങ്ങൾ നേർച്ച വഴിപാടുകൾ അർപ്പിക്കുകയുള്ളൂ എന്ന മഹനീയമായ കൃത്യമായ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആദർശത്തിന് വേണ്ടി പോരാടി ജീവൻ നൽകി, രക്തം നൽകി, അതുപോലെ തന്നെ സമ്പത്ത് ചെലവഴിച്ച മഹാന്മാരായ ബദരീങ്ങൾ. ആ ബദരീങ്ങളുടെ പാത അത് പിൻപറ്റി ജീവിക്കുവാൻ, നല്ലവരായ മുഴുവൻ മനുഷ്യരുടെയും പാതകളെ പിൻപറ്റി ജീവിക്കുവാൻ കടമപ്പെട്ടവരാണ് നമ്മൾ. നല്ലവർ തുടങ്ങി വെച്ചിട്ടുള്ള നല്ല നല്ല പ്രവർത്തനങ്ങൾ അതിന്റെ സഹകാരികളും സഹായികളുമായി നമ്മൾ മാറണം. തൗഹീദിന്റെ പ്രചാരകരായി നമ്മൾ മാറണം. തൗഹീദിന്റെ പ്രബോധകരായി നമ്മൾ മാറണം. ഇസ്ലാമിന്റെ പ്രചരണ പ്രബോധന ഘട്ടങ്ങളിൽ നമ്മാലാവുന്ന നിലക്കുള്ള സഹായ സഹകരണങ്ങൾ ശാരീരികമായും സാമ്പത്തികമായും എല്ലാ നിലക്കും നമ്മൾ നിർവഹിക്കേണ്ടതുണ്ട്. ഇങ്ങനെ ലോകത്തിന്റെ മാതൃക കാഴ്ചവെച്ച മഹനീയമായ പ്രവർത്തനങ്ങൾ ലോകരോധാക്കി വെച്ചുപോയ മഹാന്മാരായ ആളുകളുടെ പാതകളെ നമ്മൾ പിന്തുടരേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല നല്ല പ്രവർത്തനങ്ങളിൽ കൂടുതൽ ആവേശത്തോടെ മുന്നേറുന്ന നല്ലവരിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ചീത്തയായ കാര്യങ്ങളിലേക്ക് അല്പം പോലും സഹകരിക്കാതെ നന്മയുടെ കാര്യങ്ങളിൽ ഏറെ മാത്സര്യ ബുദ്ധിയോടെ സഹകരിക്കുന്ന സജ്ജനങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. നമ്മിലെ രോഗികൾക്ക് അല്ലാഹു സമ്പൂർണ്ണമായി ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ധാരാളം ആളുകൾ അടുത്ത ദിവസങ്ങളിലും അല്ലാതെയും മുമ്പുമൊക്കെ നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ പലരും അല്ലാഹുവേ അവരുടെ ഖബറുകളിൽ നിന്ന് സമാധാനപൂർണ്ണമാക്കി കൊടുക്കണമേ. അവരുടെ ഖബറുകളിൽ നീ ശാന്തി നൽകണമേ നാഥ. പ്രകാശം നീ അവരുടെ ഖബറിൽ നിറയ്ക്കണമേ നാഥ. ഞങ്ങളെയും അവരെയും നിന്റെ ജന്നാത്തുൽ നഈമിൽ നീ ഒരുമിച്ച് ചേർക്കണമേ നാഥ.
ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ നീ സ്വീകരിക്കണമേ നാഥ. ഞങ്ങളുടെ നിസ്കാരങ്ങളും ഞങ്ങളുടെ വ്രതാനുഷ്ഠാനങ്ങളും ഞങ്ങളുടെ സക്കാത്തും സദഖകളും ഞങ്ങളുടെ കർമ്മങ്ങളും എല്ലാം അല്ലാഹുവേ എല്ലാവിധ പോരായ്മകളിൽ നിന്നും മുക്തമായ നിലയ്ക്ക് നീ കബൂൽ ചെയ്തുകൊണ്ട് നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നരക വിമോചനത്തിന് അർഹരായി എന്ന സൗഭാഗ്യവാന്മാരിൽ അല്ലാഹുവേ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ പാപങ്ങൾ മുഴുവനും നീ പുറത്തു തരണമേ നാഥ. ഞങ്ങളുടെ വിഷമങ്ങൾ മുഴുവനും നീ ദൂരീകരിക്കണമേ നാഥ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقال الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا وأجر والدينا من النار. اللهم احفظ دولة الإمارات من الفتن ما ظهر منها وما بطن وسائر بلاد العالمين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. توفنا مسلمين وألحقنا بالصالحين والحمد لله رب العالمين.